മട്ടയരി കുക്കറിലെങ്ങനെ വളരെ എളുപ്പം നമുക്ക് വേവിച്ചെടുക്കാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് ഒരു ഗ്ലാസ് മട്ടയരി ലോങ് ഗ്രെയിനാണ് ഞാൻ വടിമട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഷോർട്ട് ഗ്രെയിൻ ഇല്ലെങ്കിൽ ഉണ്ടമട്ടയും കിട്ടും, ഏത് വേണമെങ്കിലും എടുക്കാം. നന്നായിട്ട് 4-5 പ്രാവശ്യം കഴുകി ഒരു ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം കൂടിയാലും കുഴപ്പമില്ല, വെള്ളം കുറയണ്ട. കുക്കറിൽ ഒരു 5 വിസിലോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം അടപ്പ് തുറന്ന് ഒരു ഗ്ലാസും കൂടെ വെള്ളം ഒഴിക്കുക. ഇപ്പം നന്നായിട്ടത് വെന്തിട്ടുണ്ട്. ഇത് കഞ്ഞി തട്ടാതിരിക്കാനാണ് ഒന്നും കൂടെ അത് തിളപ്പിച്ചിട്ട് വാർക്കുന്നത്. ഇതിലേക്ക് ഒരു ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കത് വാർത്തെടുത്താൽ മതി. നമുക്ക് വാർത്തെടുക്കണത് കുക്കറിലും വാർക്കാം, ഇല്ലെങ്കിൽ അതൊരു കലത്തിലൊഴിച്ചിട്ട് കലം ചരിച്ച് വെച്ചും വാർക്കാം. ഏതാണോ സൗകര്യം, 2 രീതിയിലും വാർത്ത് കാണിക്കുന്നുണ്ട്. ഏതാണോ സൗകര്യം അതുപോലെ നമുക്ക് വാർത്തെടുക്കാം. ഇപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് കാണിച്ചിരുന്നത്, അതിന് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചാണ് വേവിച്ചത്. ഇപ്പം 3.5 ലിറ്റർ കുക്കറാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ ഞാൻ 1.25 ഗ്ലാസ് അരിയാണ് ഇപ്രാവശ്യം വേവിച്ചിരിക്കുന്നത്. അതേ 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് വേവിച്ചത്. 5 വിസിൽ വേവിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ തുറന്നത്. ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാനായിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചാൽ മതി. ആദ്യം നമ്മൾ ചെയ്തപ്പോൾ ഒരു ഗ്ലാസ്സിന് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളം നല്ലോണം കുക്കറിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ രീതിയിൽ 1.25 ഗ്ലാസ്സിനും 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരുന്നത്. പക്ഷേ നമ്മൾ തുറക്കുമ്പം വറ്റിയാണ് ഇരുന്നത്. അത് ഈ രീതിയിലും നമുക്ക് തിളപ്പിച്ചെടുക്കാമെന്നാണ് കാണിച്ചത്. ഇത് നമുക്ക് 3 രീതിയിൽ വാർത്തെടുക്കാം. ഇപ്പം കലത്തിലോ അല്ല കുക്കറിലോ വാർക്കാൻ പേടിയുള്ളവർക്ക് ഇതുപോലെ അരിപ്പയിൽ ചോറ് വാർത്തെടുക്കാം. പക്ഷെ അങ്ങനെ വാർത്തെടുക്കുമ്പം അരിപ്പയുടെ താഴെ ശകലം കഞ്ഞിയുടെ മയം കാണും. അതൊട്ടും ഇല്ലാതിരിക്കണമെങ്കിൽ കുക്കറിലോ കലത്തിലോ വേണം നമുക്ക് വാർത്തെടുക്കാനായിട്ട്. ഇപ്പോൾ കുക്കറിലാണ് വാർക്കുന്നതെങ്കിൽ അതിൽ വാഷർ ഊരി മാറ്റിയിട്ട് നമ്മൾ സാധാരണ കുക്കർ വലതുവശത്തു നിന്ന് ഇടതുവശത്തിലേക്കാണ് അടയ്ക്കുന്നത്. പക്ഷേ വാർക്കാനായിട്ട് തിരിച്ചു വേണം നമ്മൾ അടയ്ക്കാനായിട്ട്. ഇടതുവശത്തു നിന്ന് വലതുവശത്തിലേക്ക് അടച്ചിട്ട് ആ പിടിയുടെ അവിടെ വരുമ്പോൾ നമുക്കൊരു ലോക്ക് കിട്ടും നടുക്കായിട്ട്. കുറച്ച് ടൈറ്റ്നെസ് കിട്ടും. അവിടെ വെച്ച് നിർത്തിയേക്കുക. അതുപോലെ തന്നെ കുക്കർ അതുപോലെ തന്നെ വാർക്കാം. ഇപ്പോൾ കലത്തിലാണ് വാർക്കണമെന്നുണ്ടെങ്കിൽ കലത്തിൽ പ്ലേറ്റ് വെച്ച്, നമ്മളിപ്പം ഒരു ചരുവത്തിലാണ് വാർക്കുന്നതെന്നുണ്ടെങ്കിൽ ക്ലിപ്പിൻ്റെ ആവശ്യമില്ല, ക്ലിപ്പില്ലാതെയും വാർക്കാം. ഇപ്പം തുടക്കക്കാർക്ക് വേണമെങ്കിൽ ക്ലിപ്പ് ഇതുപോലെ വെച്ച് വേണം വാർക്കാം. ഇപ്പം വാർക്കാനായിട്ട് ഇതുപോലെ പ്ലേറ്റിൽ ഹോളുള്ള പ്ലേറ്റ് ആണെങ്കിൽ വളരെ നല്ലത്. അല്ലെങ്കിലും നന്നായിട്ട് നമുക്ക് വാർത്തെടുക്കാം. കറക്റ്റ് പ്ലേറ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ കലം ഒരു ചരുവത്തിൽ ഇതുപോലെ വാർത്തെടുക്കുകയാണെങ്കിൽ കുക്കറും ഇതുപോലെ തന്നെ ഇതുപോലെ ചരുവത്തിൽ വാർത്ത് വെച്ചാൽ മതി. ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ മാറ്റി വയ്ക്കാം. അല്ല നമുക്ക് സിങ്കിൻ്റെ സൈഡിൽ തന്നെ ഇതുപോലെ വാർക്കാം എന്നുണ്ടെങ്കിൽ ആ ചരുവത്തിൻ്റെ ആവശ്യമില്ല. കുക്കറും കലവും ഇതുപോലെ കമിഴ്ത്തി വെച്ചാൽ മതി. കഞ്ഞിവെള്ളം മുഴുവനായിട്ട് വാർന്ന് കിട്ടുന്നവരെ ഒരു അരമണിക്കൂർ കമിഴ്ത്തി വെച്ചിട്ട് നമുക്ക് തുറന്നെടുത്താൽ മതി. ഇതുപോലെ വാർക്കുമ്പോൾ നമുക്ക് ആ ചോറിൻ്റെ ചൂട് അതുപോലെ തന്നെ കാണും. അരിപ്പയിലാണെങ്കിൽ ആ ചൂട് അതുപോലെ അകത്ത് നിലനിൽക്കില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തുറക്കുമ്പം വെള്ളമയമെല്ലാം നന്നായിട്ട് വാർന്ന് കറക്റ്റായിട്ട് നമുക്ക് ചോറ് കിട്ടും. ഇങ്ങനെ വാർത്തെടുക്കുമ്പം തണുത്ത് കഴിയുമ്പോഴും ചോറിൽ വെള്ളമയം കാണത്തില്ല. ഇല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പം ചോറിൽ നിന്ന് വെള്ളം ഇറ്റ് വരും. ഇതുപോലെ വൃത്തിയായിട്ട് വാർത്തെടുക്കുകയാണെങ്കിൽ തണുത്ത് കഴിഞ്ഞിട്ടും ചോറിൽ വെള്ളമയം ഒട്ടും കാണത്തില്ല. നല്ല ഉതിരായിട്ടാണ് നമുക്ക് വെന്ത് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ അരിപ്പയിൽ നമ്മൾ വാർത്ത് വെച്ചിരിക്കണതിൻ്റെ താഴ്ഭാഗം കാണിക്കുകയാണെങ്കിൽ ഒരു ശകലം വെള്ളമയം, കഞ്ഞിയുടെ മയം നമുക്ക് താഴെ കാണാം. അതുകൊണ്ടാണ് ഈ കലത്തിലോ കുക്കറിലോ വാർക്കുന്നത് നല്ലതെന്ന് പറയുന്നത്. ഇതുപോലെ വാർത്ത് നിവർത്തി വെച്ചിട്ട് നമുക്ക് ചൂടോടെ ചമ്പാവരി ചോറ് വിളമ്പി ഇഷ്ടമുള്ള കറികളുടെ കൂടെ വിളമ്പാം. അപ്പം കുക്കറിലാണ് വേവിക്കുന്നത് കൊണ്ട് നമുക്ക് ഗ്യാസും ലാഭമാണ്. നമുക്കത് വെന്തോന്നും പറഞ്ഞ് നോക്കി നിൽക്കേണ്ട കാര്യമില്ല. അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും.
ഓരോരോ ബ്രാൻഡ് ചമ്പാരി ചോറിന് ഓരോരോ 1-2 വിസിലിൻ്റെ വ്യത്യാസം വരും. അത് ആദ്യത്തെ പ്രാവശ്യം ഒന്ന് നോക്കിയിട്ട് അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂടെ വിളമ്പാവുന്നതാണ്. കേരളത്തിൽ കൂടുതലും ചമ്പാവരി ചോറാണ്. ഇതുപോലെ ഈ രീതിയിൽ കുക്കറിൽ എല്ലാവരും ഒന്ന് വേവിച്ച് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.